ഹലോ നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ മോഡലിലേക്ക് ആഡ് ചെയ്ത ഒരു ഡാറ്റ, അതായത് ഡാറ്റാബേസിൽ ആഡ് ചെയ്ത ഒരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് ഡാറ്റാബേസിലേക്ക് അല്ലെങ്കിൽ മോഡലിലേക്ക് ഒരു ഡാറ്റാസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തൊരു ഡാറ്റാസിനെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അത് അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൈത്തൺ സെല്ലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് പൈത്തൺ സെല്ല് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫ്രം അതിനുശേഷം നമ്മൾ ആപ്പിൻ്റെ പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്നാണ്. എന്നിട്ട് ഡോട്ട് മോഡൽസ്, അതിലെ മോഡൽസ് എന്ന ഭാഗത്തുള്ള ക്രിയേറ്റ് ചെയ്ത മോഡലിനെ നമ്മളിവിടെ ഓപ്പൺ ചെയ്യണം. നമ്മളെ മോഡലിൻ്റെ പേര് എന്നുള്ളത് സ്റ്റുഡൻറ്റ് എന്നാണ്, അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ മോഡൽ എന്ത് ചെയ്തു, നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്നുള്ളൊരു വേരിയബിളിലേക്ക് ഇതിലെ രണ്ടാമത്തെ വാല്യൂ ഏതാണോ അത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽ ടു അതിനുശേഷം നമ്മൾ മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്നാണ്, സ്റ്റുഡൻറ്റ്. എന്നിട്ട് ഡോട്ട് ഒബ്ജക്ട്സ് എന്ന് ചേർത്തു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ വാല്യൂസും എന്ത് ചെയ്തു, ആക്സസ് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ രണ്ടാമത്തെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻഡെക്സ് നമ്പർ 1 എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്ത് ചെയ്യുക, 0 കൊടുക്കുക. രണ്ടാമത്തെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് നമ്പർ 1 എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ വാല്യൂ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ് എന്നുള്ളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ആ എക്സ് എന്നുള്ള വേരിയബിൾ, അതായത് നമ്മളിപ്പോൾ ആ രണ്ടാമത്തെ വാല്യൂ ഇപ്പോൾ എക്സ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് നെയിം ഏതാണോ അത് നമുക്കിവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് എന്ത് ചെയ്തു, എക്സ് ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ വന്ന് അനു എന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കൊടുത്തതിലെ ഫസ്റ്റ് നെയിം എന്ന് വരുന്നത് അനു എന്നാണ്. ഇനി ഈ ഫസ്റ്റ് നെയിമിൻ്റെ സ്ഥാനത്ത് നമുക്ക് അനു എന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറൊരു പേര് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് ചേർത്തു. എന്നിട്ട് ഈക്വൽ ടു ഇപ്പോൾ അനു എന്ന സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പേര് ചേർത്ത് കൊടുക്കുക. ഞാൻ മനു എന്നൊരു പേര് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നെയിം എന്നുള്ള സ്ഥാനത്ത് നമുക്കിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, രണ്ടാമത്തെ ആ പേര്, അതായത് നമ്മളിപ്പോൾ മനു എന്ന് കൊടുത്ത പേര് ആഡ് ആയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യാം, ഇത് നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് സേവ് ചെയ്യാം. അപ്പോൾ എക്സ് ഡോട്ട് സേവ് എന്ന് കൊടുത്തിട്ട് നമ്മളത് സേവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ ഡാറ്റാസ് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേര് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്നാണ്, സ്റ്റുഡൻറ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഒബ്ജക്ട്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഓൾ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഇൻഡെക്സ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് 2 എന്ന് ചേർത്ത് കൊടുത്തിട്ട്, ഓക്കെ ചെറിയൊരു മിസ്റ്റേക്ക്, സ്റ്റുഡൻറ്റ് എന്ന് എഴുതി കൊടുത്തുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ അതൊന്ന് നമ്മളിവിടെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് ചേർത്തു. എന്നിട്ട് നമുക്ക് എൻ്റർ അടിക്കുമ്പോൾ നമുക്കിതിലെ രണ്ടാമത്തെ ഒബ്ജക്റ്റ്, ഓക്കെ, നമുക്കതിലെ വാല്യൂസ് മുഴുവനായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് വാല്യൂസ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ നോക്കൂ, നമുക്കിതിലെ രണ്ടാമത്തെ വാല്യൂ നമ്മളിവിടെ കൊടുത്തിരുന്നത് ഏതായിരുന്നു, അനു എന്നായിരുന്നു. അതിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ എന്തായിട്ടുണ്ട്, മനു എന്നായിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഡാറ്റാബേസിലുള്ളൊരു ഡാറ്റ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലുള്ള നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്ത ഡാറ്റാസുകളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പുതിയൊരു ഡാറ്റാസായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.